ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചു അമ്മയുടെ ഒരു ഡേ മൈ ലൈഫ് എടുത്താൽ എന്തെന്ന്. അപ്പം നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പൊന്നുവിൻ്റെ അടുത്തും കൂടെ ചോദിച്ചിട്ട് അമ്മയുടെ ഡേ മൈ ലൈഫ് നമുക്കൊന്ന് എടുത്തു നോക്കാം. രാവിലെ എന്തായാലും പൊന്നു അടുക്കളയിൽ പരിപാടി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്മയുടെ ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും ഇല്ല. അപ്പം അമ്മ ഒരു ദിവസം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അല്ലേ പൊന്നു? പൊന്നു, എനിക്കൊരു ആഗ്രഹം, അമ്മയുടെ ഡേ മൈ ലൈഫ് എടുത്താൽ എന്തെന്ന്. നിന്റെ അഭിപ്രായം എന്താണ്? പൊന്നു നല്ല കടലക്കറി ഉണ്ടാക്കിയേ. പുട്ട് ഞാനാണ് കുഴച്ചു കൊടുക്കുന്നത്, ബാക്കിയുള്ള പരിപാടികൾ കടലക്കറി എടുക്കുന്നതൊക്കെ പൊന്നുമായിരിക്കും എടുക്കുന്നതെന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? എന്ത് പറ്റി? അമ്മ എങ്ങനെയായിരിക്കും ഓക്കെ ആണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അമ്മേടെ മൂഡ് ഓരോ ദിവസം ഓരോ ടൈപ്പാണ്. നിങ്ങൾ പലരും ചോദിക്കില്ല അമ്മേടെ വീടിനകത്ത് പക്ഷെ സംഭവം അമ്മയെ കാണിക്കുമ്പോൾ അമ്മ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്. ചില സമയത്ത് അമ്മയ്ക്ക് കുറച്ച് ദേഷ്യവും വിഷമമൊക്കെ ആയിരിക്കും, ചില സമയത്ത് ഒക്കെ ആയിരിക്കും. അമ്മ രാവിലെ ഉറക്കം എണീപ്പിച്ച് സാധാരണ എണീക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 10 മണിയൊക്കെ ആവും, എന്നാലേ വിളിച്ച് എണീക്കുള്ളൂ. അമ്മയുടെ ഡേ മൈ ലൈഫ് എന്തെന്ന് കാണിച്ചു തരാം. അമ്മ ഇവിടെ ഉണർന്ന് കിടപ്പുണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അമ്മയുടെ ഇന്നത്തെ വ്ളോഗ് എന്നല്ലേ പറഞ്ഞു. അപ്പം അമ്മ ഉറക്കം എണീപ്പിച്ചിരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് കാപ്പി കൊടുക്കണം, അതാണ് ആദ്യത്തെ പരിപാടി. ക്ഷീണമൊക്കെ മാറിയാ? ഇങ്ങോട്ട് നോക്ക്, ക്ഷീണം മാറിയാ? ഇനി എവിടെ പോകണം അമ്മയ്ക്ക്? പോണുള്ള ദൂരം എല്ലാം പോണമെന്നല്ല, അമ്മയും കൊണ്ട് കാപ്പിയും കുടിച്ചിട്ട് ഇനിയിപ്പോൾ കൈത ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് ഇളക്കി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ രാവിലത്തെ ജോലി. ഇപ്പോൾ കാപ്പി കുടിക്കേണ്ട സമയമായി. അപ്പോൾ നമുക്ക് നേരെ പോയി ഇന്ന് പല്ലൊക്കെ തെച്ച് കാപ്പി കുടിക്കാൻ വരാം. ബാ. കൈവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? അപ്പോൾ ഇനി നേരെ കൊണ്ടുപോയി ഇന്ന് ഡ്രസ്സ് മാറ്റി ചെയ്യിക്കുമ്പോഴേ കുറച്ചും കൂടെ മാറ്റാൻ വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്രഷ് അല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ ഡ്രസ്സ് ചെയ്യിക്കണം. അതൊന്ന് മാറ്റി ക്ലീൻ ചെയ്ത് ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. രാവിലെ റെഡിയാക്കി അമ്മയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുക്കി വെച്ചെന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പല്ലൊക്കെ തേച്ച് പല്ലൊക്കെ തേപ്പിച്ച് ആളിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത രാവിലത്തെ കാപ്പി, ഇന്നത്തെ കാപ്പി നല്ല പുട്ടും കടലക്കറിയാണ് ഗൈസ്. ഉറക്കം എണീച്ചാൽ തന്നെ അമ്മയ്ക്ക് ഇത് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ അടുത്തത് കാപ്പി കൊടുക്കുന്ന പരിപാടിയാണ്. കൊള്ളാമോ? ഇത് കുറച്ച് കഴിയുമ്പോൾ ആശുപത്രി പോകണം. കൈക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ? ചെറിയ കുഴപ്പമുള്ള ആ നീറ്റിലൊക്കെ മാറിയാ? അപ്പൊ അത് ഉണങ്ങി. ഇനി മധുരം ഉള്ളതൊന്നും എടുത്ത് വെച്ച് കഴിക്കാനും നോക്കരുത്. ഇന്നലത്തെ 2 പഴം അടുക്കള വെച്ചിരുന്നു പൊന്നു, അപ്പൊ കാണാനില്ലെന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എടുത്ത് കഴിച്ച് കാണും. കഴിക്കാതിരുന്നാ കൊള്ളാം, കഴിച്ചു കഴിഞ്ഞാൽ കൈ മൊത്തം പഴുത്തു പോകും. കണ്ടപ്പോ എനിക്ക് കൊതി വരണമ്മ, പുട്ടും കടലേ കണ്ടപ്പോഴേ. ഞാൻ എടുത്ത് കഴിച്ചോളാം. കൊതിച്ചിരിക്കണേ. ഞാൻ കടലക്കറി ഉണ്ടാക്കിയത് ആരാണെന്നറിയാലോ? ഞാനല്ലേ പൊന്നു. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറ. പുട്ട് കുഴച്ചത് ഞാൻ, കാരണം പുട്ട് പൊന്നിന് കുഴച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. അതുകൊണ്ട് ഞാനായിരുന്നു പുട്ട് കുഴച്ചത്. ഇത് ജലദോഷം ഉണ്ടോ അന്നേ? അതാ സ്ട്രോക്ക് വന്നതിന് ശേഷം വന്നതാണ് അല്ലേ? ഏത് കണ്ണിൽ നിന്നാണ് വെള്ളം വരണേ? ഈ കണ്ണിൽ നിന്നല്ലേ? അമ്മയുടെ ഈ കണ്ണിൽ നിന്ന്, ഈ മൂക്കിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം വരും. അത് സ്ട്രോക്ക് വന്നതിന് ശേഷം ആണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഡെയിലി അതിനൊരു മാറ്റമില്ല, വന്നതിൻ്റെ അന്ന് തൊട്ട് ഇങ്ങനെയാണ്. കണ്ണൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നണം 2 കണ്ണ് 2 സൈഡിലോട്ടാണ് ഇരുന്നത് അല്ലേ? ഇത് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം 2-3 ദിവസം കൊണ്ട് കുറവാണ്. കുറവായതുകൊണ്ട് കൈ ഉണങ്ങി വരണം. എന്നിട്ട് അത് കൺട്രോൾ എങ്ങനെയാണ് നോക്കിയിട്ട് വേണം ഗുളിക കഴിക്കാൻ. ഗുളികയും കഴിച്ചിട്ട് ഓടിപ്പോയി ഡോക്ടറിനെ കാണാൻ വേണം. ഇന്നത്തെ ദിവസം അമ്മയുടെ ദിവസമാണ്.
വയറ് കുത്താ മതിയാ? കൊള്ളാമോ? ബഹുത്ത് ഉഷാർ. അപ്പൊ ഗൈസ് രാവിലത്തെ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അമ്മയുടെ ഒരു ദിവസത്തിന്റെ രണ്ടാമത്തെ മെയിൻ കാര്യമാണ് ഡെയിലി ഉള്ള നമ്മുടെ ഈ ചെക്കപ്പ്. ആഴ്ചയിൽ എന്നല്ല, ഒന്നിരാട അമ്മയ്ക്ക് ഡ്രസ് ചെയ്യാനും പിന്നെ ചെക്കപ്പ് ചെയ്യാനും കൊണ്ടുപോകേണ്ടി വരും. നമ്മുടെ അടുത്ത ഓട്ടം അതാണ്. ഞാനും സുന്ദരിക്കുട്ടിയും പൊന്നും കൂടി അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഷുഗർ ടെസ്റ്റ് ചെയ്യണ സാധനം അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് പൈസ ആവത്തില്ല കേസ്. അച്ഛാ നമ്മൾ പോയിട്ട് വരാം. ചോറ് അവിടെ വടിച്ച് കിടപ്പുണ്ട്, നോക്കിക്കോണം. പൂച്ച വല്ലതും തട്ടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം തറ വീണ് പോകും. വന്നിട്ട് കഴിച്ചാൽ മതി. നമ്മുടെ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞ് മെഡിക്കേറ്റിരിക്കണം അമ്മ. ഇതാ നോക്ക്, കൈ ഇപ്പം ഏകദേശം ഓക്കെ കേസ്. ഇപ്പം കുറവുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം കൂടെ വന്നാൽ മതി എന്നാണ് പറയുന്നത്. എന്തായാലും സെറ്റായില്ലേ? കൈ ആ മുറിവ് പഴുത്തതൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. പലരും ചോദിക്കും അമ്മയും കൊണ്ട് എന്താ ഫുഡ് പലതും വാങ്ങി കൊടുക്കാത്തതെന്നൊക്കെ. അമ്മയ്ക്ക് അങ്ങനെ ലിമിറ്റാണ്. ഞാൻ പൊന്നു ഇന്നാൾസും പറഞ്ഞായിരുന്നു, ഞാനും പറഞ്ഞായിരുന്നു, നമ്മൾ കൺട്രോൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഫുഡിന് ലിമിറ്റേഷൻ ഉണ്ട്. കൺട്രോൾ ചെയ്ത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് വെച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലപ്പോ അമ്മയ്ക്ക് തന്നെ ഇപ്പൊ കൊണ്ടുപോകുമ്പോ പുറത്ത് കൊണ്ടുപോകുമ്പോ തന്നെ സ്നഗ്ഗി കൈ കരുത്തണം. സോറി തെറ്റിപ്പോയി. അമ്മ സ്നഗ്ഗി എന്നല്ലേ പറഞ്ഞത്? ഡൈപ്പർ. അപ്പൊ അമ്മയെ കൊണ്ടുപോകുമ്പോ ഡൈപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ അമ്മ എപ്പോ പുറത്ത് കൊണ്ടുപോയാലും ഡൈപ്പർ ഇടിപ്പിച്ച് കൊണ്ടുപോകാറുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് നിലവിൽ അമ്മ എത്തി നിൽക്കുന്നത്. പക്ഷെ നമ്മളെ കൊണ്ടുപോകും മാക്സിമം പറ്റുന്ന അവസരങ്ങൾ കിട്ടുമ്പോ. അല്ല ഗൈസ്, നിങ്ങൾ പറയും ബീച്ചിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. മണല് നോർമലി ടാറിട്ട റോഡിൽ കൂടെ വീടിന്റെ അകത്തൂടെ അമ്മയ്ക്ക് സ്വന്തം ബാലൻസിൽ നടക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ നമ്മള് ബീച്ചിൽ കൊണ്ടേ മണലിറക്കിയുള്ള അവസ്ഥ ചിന്തിച്ചു വെക്കാണ്. അതുകൊണ്ട് ബീച്ചിലൊന്നും കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിക്ക് ഒരു ദിവസം അമ്മ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കോവളത്ത് കൊണ്ടുപോകണം, പിന്നെ ബീച്ചിൽ കൊണ്ടുപോവാം. പക്ഷെ അമ്മയെ ഇരുത്താം. അമ്മയെ നമുക്ക് വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റൂലല്ലോ. അപ്പൊ അമ്മ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അമ്മയെ കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കാനേ പറ്റൂ. അമ്മയെ കൊണ്ട് നടത്തുന്ന കാര്യം ഭയങ്കര പാടാണ്. അമ്മ മണലിൽ നടക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മൾ മറ്റേ മുതലപ്പുഴയിൽ ഞാനും പൊന്നും കൂടെ ഈയിടയ്ക്ക് പോയായിരുന്നു. അത് അമ്മയെ ഇതേ കണക്ക് ചെക്കപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് മഴക്കോളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു രസം, എനിക്ക് പോകണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് കറങ്ങി വന്നേ ഉള്ളൂ. അതേ കണക്ക് പോകുമ്പോൾ അമ്മയെ ഇനി കടല് കാണിക്കാനേ പറ്റൂ, അല്ലാതെ ഇറക്കാൻ പറ്റത്തില്ല. അമ്മ കടലിന്റെ അടുത്തുള്ള ഒരാളായിരുന്നു. അമ്മേരെ സ്ഥലം കോവളം ബീച്ചിന്റെ അടുത്താണ് അമ്മേരെ വീട്. അപ്പം കടല് കണ്ടൊക്കെ മടുത്ത ഒരാളാണ് അല്ലേ അമ്മ? അമ്മ പണ്ട് പറയുവേ, ഞാൻ അതും കൂടെ ഈ അവസരത്തിൽ പറയുകയാണ് ഗെയ്സ്. അമ്മ പണ്ട് പറയും, നമ്മളെ ഈ അമ്മയുടെ കുട്ടിയിലാണെന്ന് തോന്നണ് അല്ലേ അമ്മ, ഈ മീൻ വരുന്നത് ഈ രാത്രിയൊക്കെ ആകുമ്പോ ഈ ചൂര അയില മീനൊക്കെ ഇല്ലേ, അയില മീനൊക്കെ അന്ന് ഞാൻ പണ്ട് വിചാരിച്ച തള്ളാണെന്നാണ്. ഞാൻ എന്നൊരു കണ്ടിട്ടില്ല. ആദ്യമൊക്കെ പണ്ട് ഈ കഥ ഞാൻ വീട്ടിൽ വരുമ്പോ എന്റെ അടുത്ത് അമ്മയും മോനും കൂടി ഇരുന്ന് പറയുന്നു. അപ്പൊ ഞാൻ കൂടെ ഇരുന്ന് തള്ള. അമ്മ പറയും രാത്രി ആകുമ്പോ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴ് കടലിന്റെ അവിടെ ടക്കടക്കടക്കടക്കടാന്ന് ഇങ്ങനെ അടിയേക്കുന്നു. ചെന്ന് നോക്കുമ്പം അല്ല ചൂര അയല മീനടിച്ച് അതേപോലെ ചൂര അയലയൊക്കെ വന്ന് കയറുന്നു. അത് കൊണ്ടുവന്ന് അമ്മ കറി വെക്കുന്നു. ആ ഒരു സംഭവമൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇന്നേരെ കണ്ടിട്ടില്ല. നിങ്ങൾ അമ്മയൊന്ന് ബീച്ചിൽ കൊണ്ടുപോവോ എന്ന് പറയുമ്പോ ചിന്തിക്കണം, ബീച്ച് കണ്ടു മടുത്തൊരു വ്യക്തിയാണ്. എനിക്ക് കൊച്ചിലെ പേടിയായിരുന്നു. ഞാൻ കടലിൽ പോകുമ്പോ അമ്മ പറയും അയ്യോ, ഞാൻ പറയും അമ്മയുടെ അയ്യോ പോവല്ലേ ചത്തു മുങ്ങുവാന്ന്. അമ്മയാണെങ്കിൽ പറയും ഇല്ല മക്കളെ വാ. അമ്മ കടലിൽ കുളിച്ച് നളിച്ച് നടന്നവരാണ്. ആ ഒരു ജീവിതമാണ് ഇപ്പൊ അമ്മ ഇങ്ങനെ ആയി പോയത്. ഫുഡൊന്നും കൺട്രോൾ ഇല്ലാതെയൊക്കെ പറ്റിപ്പോയതായിരിക്കാം ഷുഗർ ഒക്കെ. പണ്ടൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ അമ്മക്ക് ഷുഗർ ഇത്ര വലിയ സിറ്റുവേഷൻ. നിന്നോടും പറയാനുള്ളത് അതാണ്. ഞാൻ എങ്ങാണ്, എനിക്ക് ഷുഗർ. അമ്മ എങ്ങായിരുന്നപ്പോഴേ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാണ് ഇങ്ങനെ. ഞാൻ ഇപ്പൊ അങ്ങനെ ചോക്ലേറ്റ് ഒന്നും എനിക്ക് കഴിക്കാറില്ല, എനിക്ക് വാങ്ങിച്ചു തരില്ല. ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരാൻ പറയുമ്പോ എന്റെ അമ്മ എങ്ങനെയാണ്, എന്റെ അമ്മയോടെ പുറത്തുമ്പോ അമ്മ വെള്ളം തയ്ക്കണം. അപ്പൊ അമ്മ വെള്ളം വേണോടി, അമ്മ ഇങ്ങനെയാണ് വീട്ടിൽ നിറയ്ക്കുമ്പോ കുടിക്കാൻ വന്ന് പുറത്ത് ചേട്ടാ തരാൻ കാണുമ്പോ വെള്ളം വേണം ചേട്ടാ പറഞ്ഞു. ഞാനിങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ പൊതുവെ നമ്മളെ പൊന്നിന് ഭയങ്കര ആഗ്രഹമാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കണമെന്ന്. ഇപ്പൊ ഞാനും ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ എവിടെ പോയാലും പൊന്നിന് ആദ്യം വെള്ളം തയ്ക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം
ഒരു വണ്ടി മേടിച്ചപ്പോഴല്ല, അതിന് മുന്നേ ഒരു കുപ്പിയൊക്കെ ഞാൻ മേടിച്ച്. കുപ്പി മേടിച്ച് ബോട്ടിലിൽ വെള്ളം കരുതുക, പോണ വഴിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം കുടിക്കുക. എന്നാലും പൊന്നു എന്നെ കൊണ്ട് എങ്ങനെയൊക്കെ വാങ്ങിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ പൊന്നിനോട് നേരത്തെ പറയാണ്, മധുരം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്റെ മുഖക്കുരുവ കുറഞ്ഞു. കാരണം ഷുഗർ ഒന്നും അധികം കഴിക്കില്ല. പണ്ടത്തെ ഫുഡ് അലർജി വരുന്നതിന് മുമ്പ് ഭയങ്കര മധുരം തീറ്റി. ഇപ്പൊ അങ്ങനെ കഴിക്കില്ല. അപ്പൊ എന്റെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആയി. പോണ വഴിക്ക് നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കണം. മധുരം കഴിക്കില്ലെന്ന് പറഞ്ഞോളാണേ അമ്മ. മധുരം ഇത്തിരി നേരത്തെ മധുരം കഴിക്കൂല, ഇനി പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം കരിങ്ങാലി വെള്ളം കുടിച്ചോളാന്ന് പറഞ്ഞു നീ. അമ്മ മരുമോക്ക് പറ്റിയ അമ്മായിയമ്മയാണ് പറകിയിരിക്കുന്നത്. മധുരം എന്നുള്ള ചിന്തയുള്ളു. പക്ഷെ മധുരം കഴിച്ചാൽ നല്ല രീതിയിൽ പണി. ഇന്നലെ നമ്മള് കടയിൽ പോയപ്പോ 2 നല്ല പഴുത്ത മാങ്ങ വാങ്ങിച്ചു. പിന്നെ ആയപ്പോ അത് നല്ലോണം പഴുത്തു. ഇപ്പൊ ഞാൻ വെച്ച് മാംഗോ ഷേക്ക് അടിക്കാന്ന്. അപ്പൊ അതിന് ഐസ്ക്രീം വേണമല്ലോ. ചേട്ടൻ പറയും ചേട്ടൻ ഷുഗർ കട്ടാണ്, ചേട്ടൻ മധുരം കഴിക്കൂല. പക്ഷെ ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ മധുരം എന്തെങ്കിലും വാങ്ങിച്ചാൽ ആദ്യം കഴിച്ച് തീർക്കണം ചേട്ടനാണ്. ഇന്നലെ രാത്രി ആരോ ബിസ്ക്കറ്റ് കട്ട് തിന്നുന്ന ഞാൻ കണ്ടായിരുന്നു. ഒന്ന് മിണ്ടിയില്ല. ഞാൻ കിലി 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 എന്നൊരു ശബ്ദം ഞാൻ നോക്കിയോണ്ട് സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. രാത്രി ആയപ്പോ എന്റെ ഉറക്കം പറ്റി ഞാൻ മൂത്രമൊഴുക്കി അടിച്ചു. ഞാൻ രാവിലെ എണീച്ച് പോയപ്പോഴും വയറ്റിനകത്തൊരു വിശപ്പ്. അപ്പൊ ഞാൻ കരുതി ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടാ. അപ്പൊ ഞാൻ റൂമിൽ നോക്കിയപ്പോഴേ ഒരു ബിസ്ക്കറ്റ് ഒരു ടെപ്പയിലിട്ട് അടച്ചു വെച്ചേക്കുന്നു. ഉറങ്ങുമ്പോഴേ ഞാൻ എത്തി പറഞ്ഞോട്ട് ഉറങ്ങുമ്പോ ഞാൻ ഈ കടിക്കണ സൗണ്ട് കേട്ട് എണീച്ച് തന്നെ അതിനെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ വെളിയിലോട്ടും പോയില്ല, ആ റൂമിനകത്ത് വന്നിട്ട് അപ്പൊ പിന്നെ അത് എന്തൊരു ശബ്ദം. എനിക്കാണെങ്കിൽ ഉറക്കക്ഷീണം കാരണം എണീച്ച് ചോദിക്കാനും വയ്യ, മടി. പിന്നെ ടിന്നടക്കണ ശബ്ദം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വെച്ചിരുന്ന ബിസ്ക്കറ്റ് കട്ട് അറിഞ്ഞു. ഇവക്ക് ഉറക്കത്തിലും ഭയങ്കര ഇതാണ് സംഭവം. ഞാൻ വിചാരിച്ച അറിഞ്ഞില്ലെന്നാണ് കേസ് ഞാൻ വിചാരിച്ചത്. ഞാൻ എണീക്കാത്ത എന്തെന്നാ ഈ വയ്യ, എനിക്ക് അത്രയും എണീച്ച് തലപോക്കി ബെഷി എനിക്ക് വയ്യ, ഞാൻ അങ്ങനെ അങ്ങ് കളിക്കാതെങ്കിൽ ഞാൻ ചോദിച്ചേനെപ്പോഴേ അത് സംഭവം. ഞാൻ വിചാരിച്ചു നീ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു. എനിക്ക് പിന്നെ എണീക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാതെ കിടന്നു. ഞാൻ ആദ്യം ഒരു ബിസ്ക്കറ്റ് തിന്നത്, അപ്പൊ നല്ല ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഒരു ബിസ്ക്കറ്റും കൂടെ കഴിക്കാൻ വിചാരിച്ചു. ഞാൻ കറുമുറ ശബ്ദം കേൾക്കുന്നു രാത്രി. നീ കണ്ടുപിടിച്ചു കളഞ്ഞല്ല. വയറ് വിശന്നോണ്ടാണ് കേസ്. വയറ് വിശന്നപ്പോ ഞാൻ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു. ആരാണ് ഷുഗർ കട്ട്, ആരാണ് അതിനെ തിന്നണേ അല്ല. അപ്പൊ എനിക്കത് ഇരുന്നപ്പോ ഒരു കൊതി, അല്ല ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നില്ല. അത് പണ്ടേ ചേട്ടാ ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. എത്ര വെള്ളം താഴ്ച ഇനിയിപ്പം വെള്ളം കിട്ടാതെ മരിക്കേണ്ട അവസ്ഥ വന്നാൽ ചേട്ടൻ പച്ച വെള്ളം പുറത്തുനിന്ന് വാങ്ങിക്കൂല. ഞാൻ വന്നതിന് ശേഷമാണ് ചേട്ടൻ ചെറുതായിട്ടെങ്കിലും വന്ന്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ ആയിരുന്നു. ഇല്ല, ഞാൻ അത് ചേട്ടൻ പുറത്തു പോകുമ്പോൾ ചേട്ടനെ കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഫുഡ് വാങ്ങിപ്പിക്കാറുണ്ട്. കാരണം ചേട്ടൻ പുറത്തുപോയ ഫുഡ് കഴിക്കില്ല. ചേട്ടൻ ഞാൻ ഏതെങ്കിലും ഫുഡിന്റെ പേര് പറയുമ്പോൾ ചേട്ടൻ ചോദിക്കും അതെന്തൊരു ഫുഡ്, ലോഡഡ് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞാലേ ചേട്ടൻ ചോദിക്കണം. ലോഡഡ് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞ സംഭവം എനിക്ക് അറിഞ്ഞൂടെ. ചേട്ടൻ മൊഹിറ്റോയോ അങ്ങനെ എങ്ങനെയാണ് പറയണ. ഞാൻ അതിനെ പറ്റി പറഞ്ഞ ചേട്ടൻ ചോദിക്കണം അതെന്തൊരു സാധനം. ആദ്യമായിട്ട് മൊജിറ്റോ വാങ്ങി തന്നത് നീ ചേച്ചിയാണ് വിരുന്നിനായപ്പോഴേ. എനിക്ക് ആ നീളം കുപ്പിയിലെ ബാറിലെ ആ നീളം ബാർ ബോട്ടിലെ വെള്ളം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കുടിച്ചിട്ടുള്ളത്. ചേട്ടന് ഒരു സാധനങ്ങൾ അറിഞ്ഞു. ചേട്ടന് ഇപ്പം റോഷ്യ, നമ്മള് സ്നിക്കേഴ്സ്, ഡയറി മിൽക്ക്, ഇതിൽ ചില മുട്ടായിയുടെ പേരൊക്കെ പറയാൻ ചേട്ടൻ ചോദിക്കാൻ എന്തൊരു മുട്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടാ. അപ്പോഴും ഞാൻ ചിന്തിക്കും പുറത്ത് പോകുമ്പോഴ് എന്തെങ്കിലുമൊക്കെ ഫുഡ് വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കണം, കഴിപ്പിക്കണം. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. അപ്പൊ എനിക്കത് കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകെ പുറത്തു പോയാൽ കുടിക്കണം നാരങ്ങ, സോഡ നാരങ്ങ, മോര്. അതും കുടിക്കൂലേ? എന്റെ അറിവിൽ അങ്ങനെയൊന്നും കുടിക്കാറില്ല. സത്യത്തിൽ അങ്ങനെയൊന്നും കുടിക്കാറില്ല. അത് ഞാൻ തളർന്നാ മാത്രമേ കുടിക്കുള്ളൂ കേസ്. അല്ലാതെ ഞാൻ അങ്ങനെ പുറത്തുനിന്നൊന്നും ആഹാരം കഴിച്ചിട്ടില്ല. പിന്നെ പട്ടിണി കിടക്കും പക്ഷെ പുറത്തു വാങ്ങിച്ചു എച്ചിത്തരോന്നൊക്കെ പറയോള്. എച്ചിത്തരം കൊണ്ടല്ല, അല്ല അങ്ങനെ അല്ല. നമ്മളെ ഈ ഓരോ പടിപടിയായിട്ടാണ് കടങ്ങൾ കിടക്കണത്. അതൊക്കെ അങ്ങ് തീർക്കണ്ടേ. മീൻ നോക്കിട്ട് പോയാലോ? മീനാ? മീനുണ്ട് ആദ്യം ഗൂഗിൾ പേ കൊടുക്കാം. ആ കടയിൽ എടുക്കുമെന്ന് നോക്കട്ടെ. ഗൂഗിൾ പേ. അമ്മമ്മ മീൻ വേണം. എന്തൊരു ഇത് ഏതൊക്കെ മീൻ? ഇത് പാര, അയല, ചൂര. ചൂര എത്ര? 100 രൂപയ്ക്ക്. ആ ചൂര പോലെ പൊന്നു. 100 രൂപയ്ക്ക് മതിയമ്മ. പൈസ എവിടെ കൊടുക്കട്ട്? ഗൂഗിൾ പേ ആണ്.
നമുക്ക് ആ അതായ അല്ല അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് കൊടുക്കാം. നമ്മളെ സ്ഥിരമായിട്ട് കേസ് മീൻ മേടിക്കാൻ വരണത് ആണ്ടാ നമ്മളെ ഈ അമ്മേരെന്നും പിന്നെ വേറൊരു അമ്മേരെന്നുമാണ്. അമ്മ വീട്ടിൽ പോകുമ്പോഴേ മറ്റേ അമ്മ വരും അല്ലേ? അങ്ങനെയാണ് നമ്മളിവിടെ വന്നേ നമ്മൾ മീൻ മേടിക്കുള്ളൂ. ബാക്കി നമുക്ക് മീനിൻ്റെ കാര്യങ്ങളൊന്നും മേടിക്കാൻ അറിഞ്ഞിടുന്നുണ്ട്. ഇവരാണ് മീനിൻ്റെ സംഭവങ്ങളെല്ലാം പഠിക്കും. ഇത് ജോസണ്ണൻ്റെ നമ്മളെ ജോസണ്ണൻ്റെ കേസ്. ഞാൻ മീൻ മേടിക്കുന്നതിൻ്റെ ഇടയിൽ നേരെ മുങ്ങി ഇതാ ഇപ്പം ജ്യൂസൊന്നും കുടിക്കൂല, വെള്ളം മാത്രമേ കുടിക്കൂന്ന് പറഞ്ഞോളൂ. ഇതാ 2 വെള്ളം കൊണ്ട് വരണം. അതെന്തൊരു സാധനം? ഇതൊരു ബ്രൗൺ ഒരെണ്ണേ ഉള്ളായിരുന്നു ലാസ്റ്റ് പീസ്. അപ്പൊ ഞാൻ വെച്ച് അത് വേറെ ആരും കൊണ്ടുപോണ്ട, ഞാൻ തന്നെ വാങ്ങിക്കുകയാണ്. ഇത് നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഒന്നും കഴിക്കൂല? വല്ലപ്പോഴൊക്കെ ആവാം ഗൈസ്, വല്ലപ്പോഴൊക്കെ ആവാം. അല്ല ബ്രൗൺ ഞാൻ കഴിച്ചിട്ട് കുറേ കാണാം. അപ്പൊ ഈ ജ്യൂസ് കഴിച്ചതാ? അതൊന്നും നിങ്ങൾക്കുണ്ട്, എനിക്ക് ജ്യൂസ് നിങ്ങൾക്ക് മാംഗോ ഞാൻ എന്നെ കൊണ്ട് ഈ രീതി ആക്കണ ഇവളാണ്. എന്നാ പിടിക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ എത്തിയേ അമ്മയ്ക്കടുത്ത ഫുഡ് കഴിക്കേണ്ട സമയമായി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ കഴിച്ചോ? അമ്മ ആലോചിച്ചിരിക്കുകയാണ് കഴിക്കണോ എന്തിനാണെന്ന്. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാൽ പിന്നെ അമ്മ എന്ത് ചെയ്യും? അമ്മ ചായ കുടിക്കോ? കള്ളത്തരം. കട്ടൻ ചായ കുടിക്കുള്ളൂ കേസ്, ചായ കൊടുക്കൂല. ചായ കുടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഷുഗർ വേരിയേഷൻ ഉണ്ടാവും, കുറഞ്ഞും കൂടി അങ്ങനെയൊക്കെ നിൽക്കും. അതുകൊണ്ട് ചായ കൊടുക്കൂല. അപ്പം ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി കട്ടൻ ചായ കുടിക്കുന്നതാണ് അടുത്ത പരിപാടി. അത് ഒരു വൈകിട്ടായിരിക്കും, ഒരു 4-4:30 മണിയാകുമ്പോഴായിരിക്കും കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കാറ്. അപ്പോൾ കേസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. 4 മണിക്ക് ചായ കുടിച്ചില്ല കേട്ടോ നമ്മൾ. പെണ്ണ് കിടന്നുറങ്ങി. അല്ലാതെ ഇവിടെ ആരും ചായ കുടിക്കൂല, അച്ഛനും അമ്മയും മാത്രമേ കട്ടൻ ചായ കുടിക്കൂ. പിന്നെ ഞാൻ വിളക്ക് കൊളുത്തി വെച്ച് അതും കഴിഞ്ഞപ്പോൾ 7 മണിയായി. എല്ലാ ദിവസവും 7 മണിയായാലും 8 മണിയായാലും നമ്മളൊരു പ്രാർത്ഥന ഉണ്ടല്ലേ? അപ്പം നമ്മളെ ആ ഒരു പ്രാർത്ഥനയിലാണ് കേസ് വന്നിരിക്കുന്നത്. ഇത് അമ്മയുടെ സ്ഥിരമുള്ളൊരു പരിപാടിയിൽ ഒന്നാണ്. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്ന് തൊഴുതിപ്പിക്കും. ഓ ഞാൻ ഒരു പ്രാവശ്യം തൊഴുത് നമ്മൾ തൊഴുത് ഇനി നമ്മൾ അകത്തോട്ട് പോവുകയാണ്. അമ്മയ്ക്ക് കൈ പ്രശ്നമായതുകൊണ്ട് വെള്ളം അധികം നനയാൻ പാടില്ല, ദേഹം മാത്രമേ കുളിപ്പിക്കാവൂ. അതുകൊണ്ടാണ് ഈ തലമുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ചിലർ ചിലപ്പോൾ ചോദിക്കും അമ്മേരെ തലമുടി എന്തിങ്ങനെ ഇരിക്കുമെന്ന്. അമ്മേരെ തലമുടിയൊക്കെ വെട്ടിയതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുളിപ്പിച്ച് കെട്ടി വെച്ച് കഴിയുന്ന സമയത്ത് മാത്രമേ നേരെ ഇരിക്കൂ അല്ലേ അമ്മ? കൈ കുറവുണ്ടെന്ന് പറ. അപ്പോൾ ഞങ്ങള് അമ്മയെ കൊണ്ട് എടുത്തിട്ട് കട്ടൻ ചായ ഇട്ട് കൊടുക്കട്ടെ. അതാണ് ഈ വീട്ടിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം, അമ്മ. ചായ. അപ്പോൾ നമ്മൾ അടുത്ത ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അമ്മേരെ ഡെയിലി റൊട്ടീനിലുള്ള ഒരു മെയിൻ സംഭവമാണ്. പണ്ട് വരെ ഉള്ളൊരു സാഹചര്യം ചായ. ഇപ്പൊ വയ്യാത്തോണ്ട് എന്തരാക്കി? തേയിലുള്ള ഗീസ്. ഇനി ഈ കട്ടൻ ചായയും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചോറ് കഴിക്കുക, ഗുളിക കഴിക്കുക, കിടക്കുക. അതാണ് അമ്മേരെ ഒരു ദിവസം എന്ന് പറയുന്നത്. കുറേ നേരം അമ്മ ഉറക്കമായിരിക്കും, ഏറ്റവും കൂടുതൽ നേരം. ഇന്ന് വ്യായാമം ചെയ്താ? ഞാൻ വിളിച്ചല്ല, വരാത്തെന്ത്? ഒറ്റ ദിവസം വ്യായാമം ചെയ്യാൻ വിളിച്ചാൽ വരൂല. ഞാൻ വലിച്ചെടുത്ത് കൊണ്ടുപോകണം. നേരെ ആവണ്ടേ, രോഗമൊക്കെ മാറി നേരെ ആവണ്ടേ, വ്യായാമമൊക്കെ ചെയ്യണം. അത് മനസ്സിന് തോന്നലല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. എഴിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലേ നമ്മൾ നേരെ ആവുള്ളൂ. ഇനി അമ്മ ഞാൻ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ രോഗമൊക്കെ മാറി. പൊന്നോ നീ മാറുന്നില്ലേ, ഞാൻ ജോലികൾ ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും കറങ്ങി അവിടെ എവിടെയെങ്കിലും ഒക്കെ പൊയ്ക്കോ, ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന രീതി ആവോ? ആർക്കറിയാം. അപ്പോൾ ഈ ചായ കുടിക്കണതാണ് ഇനി ഇപ്പോഴുള്ള പരിപാടി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യണം, ടാബ്ലറ്റ് കഴിക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, വീണ്ടും ടാബ്ലറ്റ് കഴിക്കണം. അങ്ങനെയാണ് അമ്മയുടെ ജീവിതം. എല്ലാ ദിവസവും ആഹാരം ഗുളിക, പിന്നെ ഈ ചായ. അമ്മയുടെ ഒരു ദിവസം പോകുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളും കൂടെയൊക്കെ കിട്ടും. അതിപ്പോൾ ഏതാണ്ട് ഉണങ്ങി വന്ന് ഇത്രയും ദിവസം അതിൻ്റെ ഓട്ടം വരുന്നു. എല്ലാ ദിവസവും ഏതിൻ്റെയെങ്കിലും ഓട്ടം കാണും. അപ്പോൾ ചായ കുടി, ചൂടാറിയായിട്ട് വേണം ചായ എടുത്ത് കുടിക്കാൻ. നല്ല ചൂടുണ്ട്, ഇപ്പോഴെടുത്ത് കുടിക്കരുത്, കൈ പൊള്ളും. അപ്പം അമ്മ ചായ കുടിക്കട്ടെ ഏട്ടാ, നമുക്ക് ചോറ് കഴിക്കാൻ നേരത്ത് കാണാം. ഈ ചോറൊന്ന് മുളക് വേണോ? മുളക് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചാൽ നാക്കിൽ നിന്ന് എനിക്കൊരു വെള്ളം വരും. പണ്ടേ എനിക്കിങ്ങനെ വാരി കൊടുക്കുമ്പോൾ വെള്ളം വരണ ഒരു സുഖമുണ്ട്. കൊതി വെട്ടില്ല ഏട്ടാ. അമ്മയ്ക്ക് കൊതി വന്നാ?
നമ്മൾ ഇനി പൊന്മുടിയിൽ ഒരു ദിവസം പോകണം. എനിക്കൊരു ആഗ്രഹം. ഈ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഒരു ആഗ്രഹം വന്നത്. അമ്മയെ കൊണ്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നടക്കണ കേസല്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ കൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഓക്കെ ആയാലേ കൊണ്ടുപോകാൻ പറ്റും. ഞാനും പൊന്നും കൂടെ ഉടനെ തന്നെ ഒരു പൊന്മുടി യാത്ര പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം. ചിലപ്പോൾ നാക്ക് കുരുങ്ങും കേട്ടാ, കൊതി വന്നിട്ടാണെന്നാണ് തോന്നുന്നത്. മുളവ് നക്കി വയ്ക്കാണ്. നക്കിയെ നോക്കാവൂ. ഇല്ല, ഇത് മുളവാണ്. നീ നാളെ നമുക്ക് കറി വെച്ച് തിന്നാം കേട്ടാ. ഇന്നെന്തായാലും ഇത്രയും ലേറ്റ് ആയില്ലേ? നാളെ മീനും കൂട്ടി ചോറുണ്ട്. ഇന്നിപ്പം മീനില്ലാതെ കഴിക്കാം. അമ്മേരെ ഒരു ഡേ മൈ ലൈഫിൻ്റെ പ്രത്യേകത ഇത്രയൊക്കെ ഉള്ളൂ ഗീസ്. വലുതായിട്ടൊരു പരിപാടിയില്ല. അമ്മേരെ ചെറിയൊരു ദിവസമാണ് അമ്മേരെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ അല്ലേ ഇഷ്ടപ്പെട്ട ഇതല്ല. ചോറൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ കേസ് ഞാൻ ചോറ് കഴിച്ച് ഇനി മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുക്കുന്ന സമയത്ത് എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല, സമയം കിട്ടിയില്ല. കാരണം എല്ലാം ഒരുപാട് മരുന്നുണ്ട്. ഇപ്പോൾ പുതിയ മരുന്നുകളൂടെ വന്നപ്പോൾ ഏകദേശം 10-25 ടാബ്ലറ്റ് എങ്കിലും കാണൂല്ലേ ഇപ്പം? അതെല്ലാം കൂടെ അരച്ച് കപ്പലിൻ്റെ വിട്ടായി കണക്ക് അമ്മ എന്നും കഴിക്കാറുമുണ്ട്. അപ്പം അമ്മയുടെ ഇന്നത്തെ ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇതുവരെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെ എണീക്കുക, മരുന്ന് കഴിക്കുക, ഫുഡ് കഴിക്കുക, പിന്നെ ഡ്രസ്സ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെക്കപ്പിനായിട്ട് ഡോക്ടറിനെ കാണാൻ പോവുക. ഇങ്ങനെയുള്ള പരിപാടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വരുന്ന വീണ്ടും ഫുഡ് കഴിക്കുക. പിന്നെ അടുത്ത ഗുളിക കഴിക്കുമ്പോൾ വീണ്ടും ക്ഷീണം കാണും, മയക്കം വരും, ഉറങ്ങും. വീണ്ടും 4 മണി അല്ലെ 5 മണി, ചിലപ്പോൾ നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ അമ്മ 6 മണി വരെ 7 മണി വരെയൊക്കെ ആവും. അപ്പം ഞാൻ വിളിച്ചുണർത്തി വേണം ദൈവത്തിനെ അമ്പൂറ്റിയെ ദൈവത്തിനെ തൊഴുവാനും പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിക്കാനും. ഇതിന് മുന്നേ പൊന്നു വരുന്ന ആ സമയത്തൊക്കെ ആണെങ്കിൽ അമ്മ കുറച്ചും കൂടെയൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോഴ് കറക്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഇപ്പം ഡെയിലി ഹോസ്പിറ്റലാണ് നമ്മുടെ ഒരു ഓട്ടം. അപ്പോൾ എന്താ പറയാൻ, ഇന്നത്തെ വിശേഷം അമ്മയുടെ ഡേ മൈ ലൈഫ് ഇത്രയല്ലേ ഉള്ളൂ. ഡേ മൈ ലൈഫ് എന്തെന്നറിയാമോ? അപ്പോൾ കേസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേസ്. പൊന്നുവിനെ കൂടെ ഞാൻ വിളിക്കാം. ഞങ്ങളുടെ എല്ലാ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പൊന്നു കൂടെ കാണും. അപ്പോൾ പൊന്നു ഇല്ലാതെ എന്താണ് ആഘോഷം അല്ലേ? ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ? അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ അമ്മ പറ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞൂടെ? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ് എന്ന് പറ. ഗുഡ് നൈറ്റ്.